ഞാൻ ശ്രീ പ്രേംകുമാറിലേക്ക് വരുന്നു. അതിനിടയിലാണ് ഇന്ന് വൈകുന്നേരം BMSൻ്റെ കത്ത് മന്ത്രിക്ക് പോകുന്നത്. നോക്കൂ, SUC അനുഭാവമുള്ള ആ സംഘടനയ്ക്കൊരു പേരുണ്ട്, ആ സമരം ചെയ്യുന്ന സംഘടനയ്ക്കൊരു പേരുണ്ട്, ആ സംഘടനയാണ് അവിടെ സമരം ചെയ്യുന്നത്. അങ്ങനെയാണ് SUC അനുഭാവം വന്നത്. അതിലെ പ്രധാനപ്പെട്ട നേതാവ്, സമരസമിതിയുടെ നേതാവ്, മുൻ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരെ, UDFനെതിരെ, LDFനെതിരെ മത്സരിച്ചയാളാണ്. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി അടക്കം അവിടെ വന്ന് നിന്നിട്ടും ആ SUCI പ്രവർത്തകർ എന്തുകൊണ്ടാണ് കേന്ദ്രം ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നത്, 100 കോടി തരാനുള്ളത് എന്താണെന്ന് ചോദിക്കുന്നില്ല. മാത്രവുമല്ല, രാജ്യത്തൊട്ടാകെയുള്ള ആശാ വർക്കർമാരെ എന്തുകൊണ്ട് നിങ്ങൾ ഈ വോളണ്ടിയർ പട്ടികയിൽ നിന്ന് മാറ്റി തൊഴിലാളികളായി അംഗീകരിക്കും? ഇതൊക്കെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഇതൊന്നും ചോദിക്കാത്ത ഇടത്താണ് ആ സമരം സംശയാസ്പദമായി മാറിയത്. സമരത്തെ വിമർശിക്കുന്നത് അവിടെയാണ്. ശ്രീ പ്രേംകുമാർ, താങ്കൾക്ക് നന്നായി അറിയാം, നമ്മളൊക്കെ ഒരുപാട് സംസാരിച്ചത് അവിടേക്കാണ്. BMSൻ്റെ ഈ പുതിയ വരവ്. തൊട്ടു മുമ്പ് കേന്ദ്രമന്ത്രി ആ സമരപ്പന്തലിലെത്തുന്നു, ഇന്ന് K. സുരേന്ദ്രൻ എത്തുന്നു, വൈകിട്ട് BMS ഈ കത്ത് കൊടുക്കുന്നു. അരുൺകുമാർ പറഞ്ഞ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം അതിലുണ്ടോ? ഒരുപക്ഷെ അരുണ് ഈ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യുന്നതിനിടയിൽ വിട്ടുപോയ ഒരു കാര്യം ഞാൻ ഫില്ല് ചെയ്യാൻ വിചാരിക്കുകയാണ്. ഇതെന്താ വെച്ചാൽ കേരളത്തിൽ കുറച്ച് കാലമായിട്ട്, കൃത്യമായിട്ട് പറഞ്ഞാൽ 2ാം വട്ടം LDF വരുമെന്ന് അറിഞ്ഞ സമയം മുതൽ ഉള്ള ഒരു വലിയ മുന്നണിയുണ്ട്. ആ മുന്നണിയുടെ അകത്ത് BJP ആണ് നേതൃത്വം കൊടുക്കുന്നത്, UDF ഉണ്ട്, SUCI, RMPI പോലുള്ള എന്താ പറയാ ചെറിയ സംഘടനകളുണ്ട്, മീഡിയയുണ്ട്, പിന്നെ കൃത്യമായ ഇടതുപക്ഷ വിരോധം മാത്രം കൈമുതലായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകരെന്നോ എഴുത്തുകാരെന്നോ പറയുന്ന ആളുകളുണ്ട്. ഇവരെല്ലാം കൂടിയിട്ടുള്ള ഒരു സംഗതിയാണിത്. ഇതിന്റെ ആദ്യത്തെ ആവിഷ്കാരം നമ്മൾ കണ്ടത് ഗോൾഡ് സ്മഗ്ലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. നിങ്ങൾ നോക്കൂ, വിദേശത്ത് നിന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള എയർപോർട്ടുകൾ വഴി സ്വർണം തിരുവനന്തപുരത്ത് വന്നു. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം സത്യം പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനാണ് അന്വേഷിക്കേണ്ടത്. പക്ഷെ അതിന്റെ ചാർജ് കംപ്ലീറ്റ് സംസ്ഥാന സർക്കാരിന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനും എതിരെയായിരുന്നു. കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിച്ച് ഒരു ട്രേസും ഇതുവരെ കിട്ടിയിട്ടില്ല. 2ാമത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടത് സിൽവർ ലൈനിന്റെ കേസിലായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തിൽ ഹൈസ്പീഡ് റെയിൽ തുടങ്ങുക എന്നുള്ളത്. അത് ആദ്യം ആലോചിച്ചത് എന്തായിരുന്നാലും പിണറായി വിജയനേക്കാളും മുന്നേ ഉമ്മൻചാണ്ടി അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അതിനെ എതിർത്തതും ഇതേ മുന്നണി തന്നെയായിരുന്നു. തിരുനാവായയിലൊക്കെ താമരയും പിടിച്ചിട്ടായിരുന്നു സമരം ചെയ്തിരുന്നത്. അവര് നിലമ്പൂരേക്ക് സിൽവർ ലൈൻ വേണമെന്ന് പറഞ്ഞ് ഇപ്പം നിവേദനം കാണിക്കുന്നുണ്ട്. വയനാടിന്റെ കേസിൽ നമ്മളിത് കണ്ടതാണ്. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തത് എക്സ്പെൻഡിച്ചർ ആണെന്ന് പറഞ്ഞ് ഒരു ദിവസം കൃത്യമായിട്ടും കനകോലുവിന്റെയും BJPയുടെ ഓഫീസിൽ നിന്ന് ഒരു സാധനം പടച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഒടുവിൽ കേരളത്തിലെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഉണ്ടായ ചേഞ്ചസിനെ പറ്റിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് സ്റ്റഡീസും ഇന്റർനാഷണൽ സ്റ്റഡീസും പുറത്തു വന്നപ്പോ ആ ഫാക്ട് പറഞ്ഞതിനാണ് ശശി തരൂരിനെ കൊണ്ട് ഇവരിപ്പോൾ വരപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മുമ്പൊക്കെ ഇതിൽ ആകെ വന്നിട്ടുണ്ട് വ്യത്യാസം എന്താ വെച്ചാൽ ഈ മുന്നണിയിലൊന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല, അതിന്റെ കോൺഫിഗറേഷനിലും വ്യത്യാസം വന്നിട്ടില്ല. ഫാക്ട് അല്ലാത്ത സംസ്ഥാന വിരുദ്ധമായിട്ടുള്ള, കേരള വിരുദ്ധമായിട്ടുള്ള, ഇടതു വിരുദ്ധമായ കാര്യങ്ങൾ പറയുക എന്നുള്ളതിൽ മാറ്റം വന്നിട്ടില്ല. പക്ഷെ ആകെ വന്നിട്ടുള്ളത് ഈ ക്യാമ്പയിന്റെ ആയുസ് കംപ്ലീറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് സ്മഗ്ലിംഗ് ഏകദേശം 1 കൊല്ലം ഓടിയിരുന്നു. പക്ഷെ ആശാ വർക്കർമാരുടെ സമരം 10-14 ദിവസം ഓടിയിട്ടുള്ളൂ. അപ്പോഴേക്ക് മലയാളികൾക്ക് മുഴുവൻ, ഉപ്പിട്ട് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് മുഴുവൻ ഈ സമരത്തിന്റെ ഉഡായിപ്പ് മനസ്സിലായിട്ടുണ്ട്. SUCI എന്ന് പറയുന്ന സംഘടന, അതിന്റെ നേതാക്കന്മാർ പല ചാനലുകളിൽ, പല വേദികളിൽ, പല വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന RSSന്റെ, BJPയുടെ, സംഘപരിവാരത്തിന്റെ കൊട്ടേഷൻ എടുത്ത ടീമാണ്. കേരളമാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ച നിലയിൽ നിൽക്കുന്നത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നത് എങ്കിൽ പോലും അത് പൊളിക്കുക എന്നുള്ള സംഘപരിവാരന്റെ അജണ്ടയ്ക്ക് ചൂട്ടുപിടിച്ചു കൊടുത്ത ആളുകൾ തന്നെയാണ് ആശാ വർക്കർമാർ. അവർ ചെയ്യുന്ന സേവനം കൺസിഡർ ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം ഒന്നുമല്ല എന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവർ ഇതിനേക്കാൾ എത്രയോ കൂടുതൽ പ്രതിഫലം അർഹിക്കുന്നവരാണ്. ആ ഉത്തരവാദിത്വം ഇടതുപക്ഷം തന്നെയാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടതും ഇതുവരെ അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള അതായത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് AICCയുടെ സമ്മേളനം, എന്താ പറയാ, രാഹുൽ ഗാന്ധി വിളിച്ച സമ്മേളനത്തിന് ശേഷം K. സുധാകരൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കും ഭരണം. ഇത് തട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്ത് ഉഡായിപ്പ് സാധനവും പറയാന്നുള്ളതാണ്. പലപ്പോഴും പക്ഷെ മുന്നിലേക്ക് വെക്കുന്ന ആർഗ്യുമെന്റ്സ് ഉണ്ടല്ലോ, അപ്പാരന്റ്ലി പെട്ടെന്ന് കണ്ടാൽ സത്യമാണെന്ന് തോന്നും. അതുപോലെയുള്ളൊരു സംഗതിയാണ് ആശാ വർക്കേഴ്സിന്റെ ഡിമാൻഡ്. ആശാ വർക്കേഴ്സിന് ശമ്പളം കൂടണം എന്നുള്ളത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം ഉണ്ടാവേണ്ടതാണ്. ഇടതുപക്ഷം തന്നെ നേതൃത്വം കൊടുക്കേണ്ടതാണ്. പക്ഷെ ഈ സമരം ആശാ വർക്കേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതല്ല. അത് SUCI എന്നുള്ള സംഘടന ഏറ്റെടുത്തിരിക്കുന്ന BJPയുടെ സംഘപരിവാരത്തിന്റെ ഒരു കൊട്ടേഷനാണ്
അത് ഇപ്പൊ അവര് BMS-നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ സുരേഷ് ഗോപി വരുന്നു, കെ സുരേന്ദ്രൻ വരുന്നു, സുരേഷ് ഗോപി ഡൽഹി പോയിട്ട് BJP-യുടെ വേർഷൻ പറയാൻ തുടങ്ങുന്നു. ഇവരുടെ സ്ക്രിപ്റ്റിന്റെ അകത്ത് തുള്ളുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ ആളുകളും ചെയ്യുന്നത്. ഇപ്പം രാഹുൽ എഴുതിയിരിക്കുന്നു, കേന്ദ്രമന്ത്രി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞെന്നുള്ളത്. ഇത് പക്ഷെ വളരെ പെട്ടെന്ന് കേരളം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ഈ ആശാ വർക്കേഴ്സിന്റെ കൂടെ നിൽക്കുക എന്നുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിന്റെ തന്നെയാണ്, CITUവിന്റെ തന്നെയാണ്, അതിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട്. നേരത്തെ അത് താങ്കൾ പറയുകയുണ്ടായി.